ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്കില്ലേ ഈ തിരക്കുള്ള ദിവസങ്ങളിലില്ലേ ഒരു പണി കിട്ടും. എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ കറക്റ്റായി വെന്ത് കിട്ടും കേട്ടോ. ഇപ്രാവശ്യം ഉണ്ട് വെച്ചപ്പോൾ വെന്തില്ല നേരെ. പിന്നെയും വീണ്ടും ഗ്യാസിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടി വന്നു കേട്ടോ. അതങ്ങനെയാണ്. എന്തെങ്കിലും എനിക്കൊരു അത്യാവശ്യമായി നേരത്തെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം വിചാരിച്ചാൽ അന്ന് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പണി വരും കേട്ടോ. ഈ ചോറിൻ്റെ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, നല്ല ഭാഗ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്താ പറയുക, ഓണത്തിൻ്റെ ഇടയ്ക്ക് പൊട്ട് കച്ചാടുന്ന അങ്ങനെ എന്താ പറയില്ലേ, എല്ലാ തിരക്കുകളും കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ. എന്തായാലും രാവിലെ തന്നെ ചോറ് വയ്ക്കുകയാണ്, രാവിലേക്കും ഉച്ചയ്ക്കും കൂടെ കേട്ടോ. സോയാബീൻ കറിയും വെച്ച് വെക്കുകയാണ്. എന്താ തിരക്കെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ. നമ്മുടെ സ്കൂളിൽ കുട്ടികളെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാലത്ത് പോകണം, രണ്ടാളും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോകണമല്ലോ പോകുമ്പോൾ. അപ്പോൾ ഫ്രൂട്ട്സും അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആകെ മൊത്തം ഒരു ഓട്ടപ്പാച്ചിലാണ്. 8 മണിയാകുമ്പോഴേക്കും വലിയ ആളുടെ അടുത്ത് ചെറിയ ആളുടെ അടുത്തോടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ ആൾക്ക് പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണം, തലയെല്ലാം നമ്മൾ തന്നെ കെട്ടിക്കൊടുക്കണം കേട്ടോ. ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഡ്രസ്സൊക്കെ നേരത്തെ കാലത്ത് തന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ മാളൂട്ടിക്ക് വന്നിട്ട് ഡ്രസ്സ് മാത്രം അവിടെ നിന്നിട്ട് പോയാൽ മതി, മേക്കപ്പും ഓർണമെൻറ്റ്സൊക്കെ അവിടെ നിന്ന് തരിക. അപ്പോൾ അവൾക്ക് കുറച്ച് നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ റെഡിയായപ്പോൾ പിന്നെ ഞാൻ അവരെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ, കുളിച്ചിട്ടും കൂടി ഇല്ല കേട്ടോ. ഇനി ഇവരെ റെഡിയാക്കി വിട്ടിട്ട് വേണം കുളിക്കാൻ. ഇപ്പം തന്നെ സമയം ഏതാണ്ടായി. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തായാലും ഒരു അരമണിക്കൂർ ലേറ്റായിട്ടേ ഞാൻ വരുള്ളൂ എന്നുള്ളത്. എന്താ വെച്ചാൽ ഇവരെയൊക്കെ റെഡിയാക്കി ഇറങ്ങുമ്പോഴേക്ക് സമയമാവുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ എണീക്കണം വെച്ചാൽ അലാറം വെച്ചതാണ് കേട്ടോ ഗൈസ്. പക്ഷേ അലാറം അടിച്ചത് ഞാൻ അറിഞ്ഞേയില്ല. ഉറങ്ങുമ്പോഴേക്കും 12 മണിയായി. അതുകൊണ്ട് എണീക്കുമ്പോൾ വൈകുകയും ചെയ്തു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതങ്ങനെയാണ്. എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെയായിരിക്കും സംഭവം കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം മാൾട്ടിക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വെറുതെ കെട്ടിക്കൊടുത്തു. അവിടെ എത്തിയപ്പോൾ ഞാനത് മാറ്റി. അവർക്ക് അവിടെ നിന്നൊരു ഹെയർ ബാൻഡ് വന്നപ്പോൾ പിന്നെ മുടിയൊക്കെ അഴിച്ചിടുക ചെയ്തത് കേട്ടോ. ഇവളുടെ മുടിയാണെങ്കിലോ എത്ര കിട്ടിയാലും കയ്യിൽ നേരെ വരില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുക. അത് സ്ട്രൈറ്റ് മുടിയായതുകൊണ്ടേ നേരാമാർഗം കെട്ടാൻ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അവളായതുകൊണ്ടൊന്നും പറയില്ല. പക്ഷേ ഞാനൊക്കെ ചെറുപ്പത്തിലിങ്ങനെ അറിയാം, എവിടെയെങ്കിലും ഒന്ന് പൊന്തി നിന്ന് കഴിഞ്ഞാൽ അപ്പം തല കഴിക്കണം പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വാശി പിടിക്കും കേട്ടോ. പക്ഷെ ഇവളങ്ങനെയല്ല, എങ്ങനെ കെട്ടിക്കൊടുത്താലും മിണ്ടതും നടന്നോളും. എൻ്റെ ഭാഗ്യമൊന്ന് അല്ല വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ 2 പേരും മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് വിട്ടാക്കുമ്പോഴേക്ക് നേരാവും. അപ്പം അതിൻ്റെ ഇടയിൽ മാൾട്ടി ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. മറക്കാതിരിക്കാൻ ഒന്ന് കളിച്ച് നോക്കുന്നൊക്കെ പറയാൻ കേട്ടോ ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞേ, ഞാൻ കാണിക്കുന്നത് കണ്ടോ ഗൈസ്, എന്താണെന്നറിയോ, ഈ ഡാൻസ് കളിക്കുമ്പോൾ ഇവരില്ലേ കുറച്ച് കളിച്ച് ടയേർഡായി കഴിഞ്ഞാലേ എനർജിയൊക്കെ പോവും. പിന്നെ ഇത് ആർക്കോ വേണ്ടി കളിക്കും. അപ്പം അങ്ങനെ കളിക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് അവൾ കളിക്കുക, മെല്ലെ കൈ ഇറക്കുള്ളി, ഒരുപാട് പൊക്കിയിട്ടൊന്നും കളിക്കില്ല. അപ്പം നന്നായി കൈകളൊക്കെ ഇളക്കി പൊക്കി കളിക്കണം, എനർജിയായി കളിക്കണം പറയണം കേട്ടോ അവളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ന്യൂസിനെ വിളിച്ച് അവൾക്ക് പിന്നെ എല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ വേഗം തലയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തല കെട്ടി കഴിയുന്നതേ ഒരു വലിയ പണി കഴിയും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്, ഞാൻ ചെയ്ത് കൊടുത്താണ്. സംഭവം ഫൗണ്ടേഷൻ അവൾക്ക് സെറ്റ് ആവണില്ല. എനിക്ക് വാങ്ങിയ ഫൗണ്ടേഷനായിരുന്നു. എൻ്റെ അത്രയും സ്കിന്ന് ഡാർക്കല്ലേ, അവളുടെ ലൈറ്റ് സ്കിൻ ആകുമ്പോൾ എൻ്റെ ആ ഡാർക്ക് സ്കിൻ ഫൗണ്ടേഷൻ അവളുടെ മുഖത്തേക്ക് കുറച്ച് ഡള്ളാക്കി. കാര്യമില്ല, ഒരു ദിവസത്തിനല്ലേ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. സ്റ്റേജിൽ ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് വെളുത്ത് കാണുമെന്ന് വിചാരിക്കാം. അങ്ങനെ അവരെയൊക്കെ റെഡിയാക്കി വേഗം വിട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോവുകയാണേ. ഞാൻ കുഞ്ഞൂസിനെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ നടന്നു പോകാൻ വിചാരിച്ചിട്ടോ. എന്തായാലും എല്ലാവർക്കും കൂടെ ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ നടന്നു പോകണ ദൂരെ തന്നെ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിട്ടാക്കുന്നുണ്ട്. കുഞ്ഞൂസിനാണെങ്കിൽ കഴിക്കാനൊക്കെ കൊടുക്കാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ. ഇനിയിപ്പോൾ എത്ര മണിയാവും വരാൻ എന്നുള്ളതും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ അവരെ വിട്ടാക്കിയിട്ടൊന്ന് വേണം എൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവരെ വിട്ടാക്കിയത് വേഗം ചിലപ്പടാന്ന് റെഡിയായിട്ട് ഞങ്ങളും പോയിട്ടോ സ്കൂളിലേക്ക്. അങ്ങനെ അവിടെ എത്തി പൊന്നൂസിന് ഹെയർ ബാൻഡും മാല അതൊക്കെ അവിടെ ടീച്ചർ തന്നു, അതൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മാളൂട്ടീൻ്റെ ഡാൻസ് തുടങ്ങി കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് 4ാമത്തതാണ് കേട്ടോ മാളൂട്ടി. ആ മുടി കുറച്ച് കൂടുതലുള്ള ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടി, ഏതാണ്ട് നടുവിൽ നിൽക്കുന്നത്. അപ്പോൾ മാളൂട്ടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ അവളുടെ ഡാൻസ് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ കോപ്പി റൈറ്റ് വരികയാണ് സോങ്ങിനെ. അതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, മാളൂട്ടി നന്നായി കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ അവൾ സ്റ്റേജിൽ കയറുന്നത്. അവളുടെ ഫസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇത്. സംഭവം കുഴപ്പമില്ലാതെ കളിച്ചു. എന്നെ അടക്കം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ നോക്കുമ്പോൾ ഞാൻ പറയും ചിരിക്കി പറയും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അവൾ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവളുടെ ശ്രദ്ധ പോവേ, പിന്നെ ചിരിയൊക്കെ പോവും. അപ്പോൾ വീണ്ടും ഇതുപോലെ കളിക്കുമ്പോൾ നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അവളും അതുപോലെ ഇങ്ങനെ കാണിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായി കളിച്ചു. ഞാൻ വിചാരിച്ചില്ല മാൾട്ടി ഇത്ര നന്നായി കളിക്കുന്നു.
എന്ന്. അത് കഴിഞ്ഞിട്ട് വേഗം പൊന്നൂസിനെ റെഡിയാക്കണം അവിടെ പോയിട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരങ്ങനെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ. ഇതിൽ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമതാണ് കേട്ടോ എൻ്റെ മകള്. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് എന്തായാലും മനസ്സിലാവും. പിന്നെ അവളെ റെഡിയാക്കിയിട്ട് വേഗം സ്റ്റേജിൻ്റെ പുറകെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. അവളെ ഡാൻസൊക്കെ തുടങ്ങി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത് കേട്ടോ പൊന്നൂസ്, അവരുടെ ഡാൻസ് ഇതായിരുന്നു കേട്ടോ. കുറേ കുട്ടികൾ ഒരുമിച്ച് സ്റ്റേജിൽ കയറുന്നത്, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ സൂം ചെയ്തെടുത്തിട്ട് വേണം കാണാൻ കേട്ടോ. ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, ഇവർക്ക് മടിയാണോ ഒറ്റയ്ക്കൊക്കെ ഡാൻസ് കളിക്കാൻ കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ആഗ്രഹമൊക്കെ നടന്നല്ലോ. ഞങ്ങളും ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീടെത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഉച്ച 12:30 ആകുമ്പോൾ എത്തി കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് വേഗം വിചാരിച്ചു, സംഭവം നേരത്തെ കഴിഞ്ഞു. വേഗം പരിപാടി ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടി, ബോറടിക്കുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ ഇതൊക്കെ ടീച്ചേഴ്സാണ് കേട്ടോ പഠിപ്പിക്കുന്നതും ഡ്രസ്സിങ് സെലക്ട് ചെയ്യണതും എല്ലാം. സംഭവം പക്ഷേ സൂപ്പറായിട്ടില്ലേ ഗൈസ്. അങ്ങനെ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ ആനുവൽ ഡേ എല്ലാം കഴിഞ്ഞു. അവരും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അപ്പോൾ അടുത്ത കൊല്ലം ആനുവൽ ഡേയിൽ ഇനി പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാളൂട്ടിയുടെ അടുത്ത് പറഞ്ഞു നന്നായി ഡാൻസ് കളിച്ചാൽ മന്തി വാങ്ങിത്തരാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ രാത്രിയത്തെ ഫുഡ് മന്തി ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ സൂപ്പറായി അടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ ഒരു വീഡിയോയിൽ കാണാം.